So next clinical trial. ഓർത്തോളുക clinical trial എന്ന് പറയുന്നത് those trials which are happening on human beings. Okay. So clinical trial is defined as a method of comparison of new medicine or a medical device for the treatment with a standard drug and placebo by performing trials on human beings. അപ്പം ഹ്യൂമൻ ബീയിങ്സിൽ നടക്കുന്ന ട്രയൽസ് ആണ് ക്ലിനിക്കൽ ട്രയൽ. ഇവിടെ നിന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ഓഫ് എ ന്യൂ മെഡിസിൻ വിത്ത് എ മെഡിക്കൽ ഡിവൈസ് ഓർ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഡ്രഗ്. ഒരു സ്റ്റാൻഡേർഡ് ഡ്രഗും പുതിയൊരു മെഡിസിനുമായിട്ടുള്ള കമ്പാരിസൺ ആയിരിക്കും മോസ്റ്റ്ലി ക്ലിനിക്കൽ ട്രയലിൽ നടക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വിത്ത് എ സ്റ്റാൻഡേർഡ് ഡ്രഗ് ആൻഡ് എ പ്ലേസിബോ മീൻസ് ഇനേർട്ട് സബ്സ്റ്റൻസ്. ആ പ്ലേസിബോ എന്ന് പറഞ്ഞ ഡ്രഗിന് ഒരു ആക്ഷനും ഉണ്ടാവില്ല, ഒരു ആക്ഷനും ഇല്ലാത്ത ഒരു ഇനേർട്ട് ആയിട്ടുള്ള ഒരെണ്ണമായിരിക്കും പ്ലേസിബോ എന്ന് പറയുന്നത്. സോ എനി ട്രയൽസ്, എനി എക്സ്പെരിമെൻറ്റ്സ് വിച്ച് ഈസ് ഹാപ്പനിങ് ഓൺ ഹ്യൂമൻ ബീയിങ്സ് ഈസ് കാൾഡ് clinical trials. Clinical trials are performed by clinical investigators who have sufficient knowledge in interpreting animal studies and who have the capability to study and analyze the effect of drugs on humans. അപ്പം ക്ലിനിക്കൽ ട്രയൽ നടത്തുന്ന ആൾക്കാരെ ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് സഫിഷ്യൻറ്റ് നോളജ് കാണും ഓൺ ഇൻ്റർപ്രറ്റിംഗ് ദ ആനിമൽ സ്റ്റഡീസ്. അപ്പോൾ ആനിമൽ സ്റ്റഡീസിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് എങ്ങനെയായിരിക്കും ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ എഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ അനലൈസിങ് കപ്പാസിറ്റി ഉള്ളവരായിരിക്കും എന്ത് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സായിട്ട് ക്ലിനിക്കൽ ട്രയലിൽ ഉണ്ടാവുക. സോ ഫേസസ് ഓഫ് ക്ലിനിക്കൽ ട്രയൽ. ഫേസ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഫാർമക്കോളജി ആൻഡ് സേഫ്റ്റി. ഓർത്തോളുക, ഈ ക്ലിനിക്കൽ ട്രയൽ ഫേസ് 1 എന്ന് പറയുന്നത് എപ്പോഴും ഹെൽത്തി വോളണ്ടിയേഴ്സിലായിരിക്കും. ചില ടൈമിൽ മാത്രമേ പേഷ്യൻസിൽ എടുക്കാറുള്ളൂ. ആ പേഷ്യൻ്റ് എടുക്കുന്നത് കഴിഞ്ഞാൽ എപ്പോഴും ക്യാൻസർ പേഷ്യൻസിനെ ആയിരിക്കും അങ്ങനെ ഫേസ് 1 ട്രയലിൽ എടുക്കുക. ഫേസ് 1 ട്രയൽ എപ്പോഴും ഹെൽത്തി വോളണ്ടിയേഴ്സ് ആയിരിക്കും. ഓർത്തോളുക, ചില കേസസിൽ അതായത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പേഷ്യൻസിനെ എടുക്കാറുള്ളൂ. ഓക്കെ. സോ the first human administration of a drug is carried out by qualified clinical pharmacologist trained physician in a setting where all vital functions are monitored and emergency resuscitative facilities are available. Okay, അപ്പോൾ ഫസ്റ്റ് ഹ്യൂമൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആരാണെന്നാണ് ഈ പറയുന്നത്. ക്ലിനിക്കൽ ഫാർമക്കോളജിസ്റ്റോ ട്രെയിൻഡ് ഫിസിഷ്യൻസോ ആയിരിക്കും. എല്ലാ എമർജൻസി മോണിറ്ററിങ്ങും റീസക്സിറ്റേറ്റീവ് ഫെസിലിറ്റീസും അവൈലബിൾ ഉള്ള ഒരു സ്ഥലത്തായിരിക്കും ഈ ഫേസ് 1 ക്ലിനിക്കൽ ട്രയൽ നടക്കുന്നത്. Subjects, mostly health volunteers, sometimes patients, are exposed to the drug one by one. Total 20 to 40 subjects. അപ്പോൾ ഫേസ് 1-ൽ എപ്പോഴും 20 to 40 സബ്ജക്ട്സേ ഉണ്ടാവുകയുള്ളൂ. സ്റ്റാർട്ടിങ് വിത്ത് ദ ലോവസ്റ്റ് എസ്റ്റിമേറ്റഡ് ഡോസ് ആൻഡ് ഇൻക്രീസിങ് സ്റ്റെപ്പ് വൈസ് ടു അച്ചീവ് ദ എഫക്റ്റീവ് ഡോസ്. അപ്പം ചെറിയ ചെറിയ ഡോസ് കൊടുത്താണ് ഒരു എഫക്റ്റീവ് ഡോസിലോട്ട് അവർ എത്തുന്നത്. ഓക്കെ. അപ്പം ഫേസ് 1-ലാണ് ഹെൽത്തി വോളണ്ടിയേഴ്സാണ് 20 to 40 സബ്ജക്ട്സ് ആയിരിക്കും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തേക്കുന്നത്. ദ എംഫസിസ് ഈസ് ഓൺ ദ സേഫ്റ്റി ആൻഡ് ടോളറബിലിറ്റി വൈൽ പർപ്പസ് ഈസ് ടു ഒബ്സർവ് ഫാർമക്കോഡൈനമിക് എഫക്ട്സ് ഇൻ മാൻ ആൻഡ് ടു ക്യാരക്ടറൈസ് അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ. നോ ബൈൻഡിങ് ഈസ് ഡൺ. ദ സ്റ്റഡി ഈസ് ഓപ്പൺ ലേബൽ. അപ്പം ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് കൂടുതലും സേഫ്റ്റിയും ടോളറബിലിറ്റിയും ആയിരിക്കും നോക്കുക. ഡ്രഗിൻ്റെ സേഫ്റ്റി എത്രത്തോളം സേഫാണ്, ഏത് ഡോസ് വരെ ഇത് സേഫാണ്, എത്രത്തോളം ടോളറബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫാർമക്കോഡൈനമിക് എഫക്റ്റ് ഏത് റിസപ്റ്ററിലാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റഡി നടക്കുന്നത്. നോ ബൈൻഡിങ് ഈസ് ഡൺ. ദ സ്റ്റഡി ഈസ് ഓപ്പൺ ലേബൽ. നോ ബൈൻഡിങ് എന്ന് വെച്ചാൽ ഇപ്പം ബോത്ത് പേഷ്യൻറ്റിനും ഡോക്ടറിനും അറിയാം ഏത് മരുന്നാണ് കൊടുക്കുന്നതെന്ന്. അതിനെയാണ് നോ ബ്ലൈൻഡിങ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇപ്പം നോ ബ്ലൈൻഡിങ് സ്റ്റഡി ഉണ്ട്, ഡബിൾ ബ്ലൈൻഡിങ് സ്റ്റഡി ഉണ്ട്. ഡബിൾ ബ്ലൈൻഡിങ് എന്ന് വെച്ചാൽ ബോത്ത് പേഷ്യൻറ്റ് ആൻഡ് ഡോക്ടർ ഡോണ്ട് നോ വിച്ച് ഡ്രഗ് ഈസ് ഗിവൺ ടു ദ പേഷ്യൻറ്റ്. അപ്പം ഡോക്ടറിനും അറിയില്ല പേഷ്യൻറ്റിനും അറിയില്ല ഏത് ഡ്രഗാണ് കൊടുക്കുന്നത്. അതാണ് ഡബിൾ ബ്ലൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ സിംഗിൾ ബ്ലൈൻഡ് ഉണ്ട്. അതെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് അറിയത്തില്ല തനിക്ക് ഏത് മരുന്നാണ് കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ. മീൻസ് ഡ്രഗ് ഏത് കുടിച്ചാൽ പ്ലേസിബോ, എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഡ്രഗും ഉണ്ടാകും, ചിലപ്പോൾ ഒരു പ്ലേസിബോ ആയിരിക്കാം, ചിലപ്പം നമ്മളുടെ
ട്രയലിലുള്ള ഡ്രഗ് ആയിരിക്കാം. അപ്പോൾ ഈ മൂന്നിൽ ഏത് ഡ്രഗാണ് പേഷ്യൻറ്റിന് കിട്ടുന്നതെന്ന് ഡോക്ടറിന് ചിലപ്പോൾ അറിയത്തില്ല, പേഷ്യൻറ്റിനും അറിയത്തില്ല. അങ്ങനെ രണ്ടു പേർക്കും അറിയാതെ കൊടുക്കുന്നതാണ് എന്ത് ഡബിൾ ബ്ലൈൻഡ് എന്ന് പറയുന്നത്. പേഷ്യൻറ്റിന് മാത്രം അറിയത്തില്ലെങ്കിൽ സിംഗിൾ ബ്ലൈൻഡ്. നോ ബ്ലൈൻഡിങ് എന്ന് വെച്ചാൽ ബോത്ത് patient and doctor is aware of the drug which they are given. Okay, so the study is open label. ഈ phase 1 trial എപ്പോഴും ഓപ്പൺ ആയിരിക്കും, ഓപ്പൺ ലെവൽ. both doctor and patient know which drug he is taking. Okay, so next phase 2 ആണ്. here therapeutic exploration and dose ranging ആണ് phase 2-നകത്ത് നോക്കുന്നത്. This is conducted by physicians who are trained as clinical investigator on 100 to 400 patients selected according to the specific inclusion and exclusion criteria. അപ്പം ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ടാണ് phase 2 ട്രയലിൽ പേഷ്യൻസിനെ സെലക്ട് ചെയ്യുന്നത്. The primary aim is establishment of therapeutic efficacy, ഡോസ് റേഞ്ച് ആൻഡ് സീലിംഗ് എഫക്റ്റ് ഇൻ എ കൺട്രോൾ സെറ്റിംഗ്. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് തെറാപ്യൂട്ടിക് എഫിക്കസിയും ഡോസ് റേഞ്ചും സീലിംഗ് എഫക്റ്റും ആണ് അറിയേണ്ടത്. ഇവിടുത്തെ phase 2-ൻ്റെ എയിം എന്ന് പറയുന്നത് ടോളറബിലിറ്റി ആൻഡ് ഫാർമക്കോകൈനറ്റിക് ആർ സ്റ്റഡീസ് ആസ് എക്സ്റ്റൻഷൻ ഓഫ് phase 1. കാരണം ടോളറബിലിറ്റിയും സേഫ്റ്റിയും ഒക്കെ നമ്മൾ phase 1-ൽ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് phase 2-ലും ചെയ്യാറുണ്ട്. ദ സ്റ്റഡി മേ ബി ബ്ലൈൻഡഡ് ഓർ ഓപ്പൺ ലേബൽ ആൻഡ് ഈസ് ജനറലി ക്യാരിഡ് ഔട്ട് at 2 to 4 centers. അപ്പം ഈ phase 2 എന്ന് പറഞ്ഞാൽ ചിലപ്പം ബ്ലൈൻഡഡ് ആയിരിക്കാം. ബ്ലൈൻഡഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ചിലപ്പോൾ ഓപ്പൺ ലേബിൾ ആയിരിക്കാം, ചിലപ്പം ആൻഡ് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ 2 to 4. ഒരു സെൻറ്ററിലായിരിക്കില്ല, ഒരു 3-4 സെൻറ്ററിൽ ഈ സെയിം phase 2 ട്രയൽസ് നടക്കാറുണ്ടാകും. സോ phase 3 എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് കൺഫർമേഷൻ ആൻഡ് കമ്പാരിസൺ ആണ്. So in this study generally these are randomized double blind comparative trials. അപ്പോൾ എന്താണ് randomized double blind comparative trials എന്ന് വെച്ചാൽ റാൻഡമൈസ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പം 500 to 3000 പേഷ്യൻസിനെയാണ് phase 3 ട്രയലിൽ എടുക്കുക. അപ്പോൾ ഈ 500 to 3000 പേഷ്യൻറ്റിൽ റാൻഡമായിട്ട് ഒരു ഗ്രൂപ്പിന്, അതായത് ഒരു കൃത്യമായിട്ടൊരു ഓർഡറൊന്നും ഇല്ലാതെ റാൻഡമായിട്ട് നമ്മൾ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മൾ എന്ത് കൊടുക്കും, സ്റ്റാൻഡേർഡ് ഡ്രഗ് കൊടുക്കും. ഒരു ഗ്രൂപ്പിന്, അതായത് മറ്റേ ഗ്രൂപ്പിന് നമ്മൾ എന്ത് കൊടുക്കും, നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്, അതായത് ന്യൂ ഡ്രഗ് ആ പേഷ്യൻസിന് കൊടുക്കും. ഓക്കെ, അതിനെയാണ് റാൻഡമൈസ്ഡ് എന്ന് പറയുന്നത്. ഡബിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ബോത്ത് ദ പേഷ്യൻറ്റ് ആൻഡ് ദ ഡോക്ടർ വെയർ അൺഅവെയർ ഓഫ് ദ ഡ്രഗ് വിച്ച് ഈസ് ഗിവൺ ടു ദ പേഷ്യൻറ്റ്. അതായത് പേഷ്യൻറ്റിനും അറിയത്തില്ല, ഡോക്ടറിനും അറിയത്തില്ല ഏത് ഡ്രഗാണ് ഡോക്ടറിന് അറിയത്തില്ല താൻ ഏത് ഡ്രഗാണ് കൊടുത്തതെന്നുള്ളത്, പേഷ്യൻറ്റിന് അറിയത്തില്ല താൻ ഏത് ഡ്രഗാണ് കഴിച്ചതെന്നുള്ളത്. അതായത് ഡ്രഗ് സ്റ്റാൻഡേർഡ് ആയിരുന്നോ, അതായത് ആൾറെഡി മാർക്കറ്റിൽ എക്സിസ്റ്റ് ആയിട്ടുള്ള മരുന്നായിരുന്നോ, അതോ ഈ ന്യൂ ഡ്രഗ് ആണോ കഴിച്ചത് അല്ലെങ്കിൽ കൊടുത്തത് എന്നുള്ളത് ഡോക്ടറിനും അറിയാൻ പറ്റില്ല, പേഷ്യൻറ്റിനും അറിയാൻ പറ്റില്ല. അതാണ് ഈ ഡബിൾ ബ്ലൈൻഡ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് മീൻസ് കമ്പാരിസൺ ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് ഡ്രഗ് ആൻഡ് ദ ന്യൂ ഡ്രഗ്, അതിനാണ് കമ്പാരിറ്റീവ് എന്ന് പറയുന്നത്. സോ ഓൺ ലാർജ് പോപ്പുലേഷൻ, അതായത് 500 to 3000 പോപ്പുലേഷനിലാണിത് phase 3 ട്രയൽ എപ്പോഴും നടക്കുന്നത്. ദ എയിം ഈസ് ടു എസ്റ്റാബ്ലിഷ് ദ വാല്യൂ ഓഫ് ഡ്രഗ് ഇൻ റിലേഷൻ ടു ദ എക്സിസ്റ്റിംഗ് തെറാപ്പി. അപ്പം ഇത് മെയിനായിട്ട് വാല്യൂ അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ആൾറെഡി എക്സിസ്റ്റ് ചെയ്ത ഒരു തെറാപ്പി, ഇപ്പം നമ്മളൊരു ഡ്രഗ് കൊണ്ടുവരികയാണ്, അപ്പം ആൾറെഡി മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു മരുന്നുമായിട്ടായിരിക്കും ഇത് കമ്പയർ ചെയ്യുന്നത്. അപ്പം ആ മരുന്നിനെയും കാട്ടി ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് കുറവോ അല്ലെങ്കിൽ എഫക്റ്റ് കൂടുതലോ അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പ് ഓഫ് പേഷ്യൻറ്റിന് ഇത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആണെന്ന് ഈ ഡ്രഗിന് പ്രൂവ് ചെയ്താൽ മാത്രമേ ഇതിന് മാർക്കറ്റിങ്ങിലോട്ട് പെർമിഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ഒരു വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യാറുണ്ട്, phase 3 ട്രയൽ യൂസ് ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സേഫ്റ്റി, ടോളറബിലിറ്റി. വീണ്ടും phase 3 ട്രയൽ വീണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി ആൻഡ് ടോളറബിലിറ്റി ഫ്രം phase 1 to phase 3 we are checking safety and tolerability and possible drug interaction are assessed on the wider scale. കാരണം ഡ്രഗ് ഇൻട്രാക്ഷൻസ് കൂടുതൽ ചെക്ക് ചെയ്യുന്നത് phase 3 ട്രയലിലാണ് കമ്പയർ ടു ദ സ്റ്റാൻഡേർഡ് തെറാപ്പി. ഓക്കെ, ആ മരുന്നിന് ഇന്ന ഡ്രഗ്സുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്. സോ ഈ ഡ്രഗിന് ഏതൊക്കെ ഡ്രഗുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്, അത് കുറവാണോ, ഇൻട്രാക്ഷൻസ് കുറവാണോ കൂടുതലാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടുതലും ചെക്ക് ചെയ്യുന്നത് phase 3 ട്രയലിലായിരിക്കും.
അതുപോലെ തന്നെ വൈൽ അഡീഷണൽ ഫാർമക്കോകൈനറ്റിക് ഡേറ്റ മേ ബി ഒബ്റ്റെയിൻ, ഇൻഡിക്കേഷൻസ് ആർ ഫൈനലൈസ്ഡ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ തെറാപ്യൂട്ടിക് യൂസ് ആർ ഫോർമുലേറ്റഡ്. അപ്പം ഈ മരുന്ന് എന്തൊക്കെ ഇൻഡിക്കേഷൻസിന് കൊടുക്കാം, ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പം പനിക്ക് അല്ലെങ്കിൽ ചുമ അങ്ങനെ നമ്മൾ ഓരോ ഇൻഡിക്കേഷൻസ് പറയത്തില്ലേ, എന്താ അനാൽജസിക് ആണെങ്കിൽ വേദന, അങ്ങനെ ഓരോ ഏത് ഇൻഡിക്കേഷനാണ് ഈ മരുന്ന് കൊടുക്കാവുന്നത്, അങ്ങനെയുള്ള ഒരു തെറാപ്യൂട്ടിക് ഗൈഡ് ലൈൻസ് ഈ ഒരു മരുന്നിന് വേണ്ടി ഫോർമുലേറ്റ് ചെയ്യും. എന്നിട്ട് എ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ ഈസ് സബ്മിറ്റഡ്. NDA എന്നാണ് പറയുന്നത്. ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ ഫേസ് 3 ട്രയൽ നമ്മൾ ഫോം ചെയ്യുന്നതാണ്. NDA ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ ഈസ് സബ്മിറ്റഡ് ടു ദ ലൈസൻസിങ് അതോറിറ്റി ഹൂ ഇഫ് കൺവൈൻസ് ഗിവ് മാർക്കറ്റിംഗ് പെർമിഷൻ. അപ്പം അവർ കൺവൈൻസ് ആയെങ്കിൽ, ഈ ലൈസൻസിങ് അതോറിറ്റി കൺവൈൻസ് ആണെങ്കിൽ ദേ ഗിവ് പെർമിഷൻ ഫോർ മാർക്കറ്റിലോട്ട് ഇറക്കാനുള്ള പെർമിഷൻ കിട്ടും. ഓക്കെ, സോ ഫേസ് 4 പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് സ്റ്റഡീസ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം NDA നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, നമുക്ക് ലൈസൻസ് കിട്ടി, മാർക്കറ്റിൽ ഇറങ്ങാനുള്ള ലൈസൻസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഫേസ് 4 ട്രയൽ എന്ന് പറയുന്നത്. അതായത് പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് സ്റ്റഡീസ്. ഇപ്പോൾ ഉള്ള കറൻ്റ്ലി നമ്മളെ മാർക്കറ്റിലുള്ള എല്ലാ മരുന്നുകളും ഫേസ് 4 ആണ്. ഓക്കെ, ആഫ്റ്റർ ദ ഡ്രഗ് ഹാസ് ബീൻ മാർക്കറ്റഡ് ഫോർ ജനറൽ യൂസ്, പ്രാക്ടീസിങ് ഫിസിഷ്യൻസ് ആർ ഐഡൻറ്റിഫൈഡ് ത്രൂ ഹൂം ഡേറ്റ ആർ കളക്റ്റഡ് ഓൺ എ structural proforma about efficacy, acceptability and adverse effects of the drug similar to the prescription event monitoring. അപ്പം prescription event monitoring എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റഡി തന്നെ ഉണ്ട്, ഒരു ഈവൻ്റാണത്. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു മരുന്ന് കൊടുക്കുമ്പം അതിന് എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട്, എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഇൻഡിക്കേഷൻസ് നിങ്ങൾ കണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ എഫിക്കസി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അക്സെപ്റ്റബിലിറ്റി, ആൾക്കാർ ഇതിനെ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നതാണ് പ്രിസ്ക്രിപ്ഷൻ ഈവൻറ്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പം അത് ഫിസിഷ്യൻസ് വഴിയാണ് ഇവർ ഈ ഡേറ്റ എപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ്. Patients treated in normal cohorts from the study population numbers therefore are much larger. അപ്പം പേഷ്യൻസ് എന്ന് പറഞ്ഞത് നമുക്ക് മറ്റേതിനകത്തൊക്കെ ഒരു ഫിക്സഡ് 500 to 3000 ഒക്കെ നമ്മൾ ഓരോ ട്രയലും ഉണ്ട്. ഫേസ് 4 എന്ന് പറയുന്നത് ഹോൾ പോപ്പുലേഷനാണ്. ആരൊക്കെ ഈ മരുന്ന് യൂസ് ചെയ്യുന്നു അവരെല്ലാം ഈ ഒരു സ്റ്റഡിക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഹോൾ പോപ്പുലേഷൻ ഈസ് കമ്മിങ് അണ്ടർ ഫേസ് 4 ട്രയൽ. Uncommon idiosyncratic side adverse effects or those that occur only after long-term use and unsuspected drug interaction are detected at this stage. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് അൺകോമൺ ആയിട്ടുള്ള എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്ട്സ്, അല്ലെങ്കിൽ ലോങ് ടേം യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡ്രഗ് എഫക്ട്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് ഇൻട്രാക്ഷൻസ് എല്ലാം സ്റ്റഡി ചെയ്യുന്നത് പുറത്തു വരുന്നത് ഈ ഒരു ഫേസ് 4 ട്രയലിലായിരിക്കും. ഓക്കെ, അടുത്തത് പാറ്റേൺസ് ഓഫ് ഡ്രഗ് യൂട്ടിലൈസേഷൻ ആൻഡ് അഡീഷണൽ ഇൻഡിക്കേഷൻ മേ എമേർജ് ഫ്രം സർവൈലൻസ് ഡേറ്റ. അപ്പം ഈ ഡ്രഗ് യൂട്ടിലൈസേഷനും അഡീഷണൽ ഇൻഡിക്കേഷൻസ്, അപ്പം നമ്മൾ കുറേ ഡ്രഗ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ചില ഡ്രഗ് ഒരു കാര്യത്തിന് വേണ്ടി മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ഡ്രഗ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇത് വേറെ, ഞാൻ പണ്ട് പറയുന്ന മിനോക്സിഡിൽ എന്ന് പറയുന്ന ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന മരുന്ന് പിന്നെ അത് മാറി മുടി വളരാൻ വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അത് ഫസ്റ്റ് ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന മരുന്നായിരുന്നു. കാരണം അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ലേഡീസിനെല്ലാം മീശ, ഓക്കെ, അത് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അത് നിർത്തലാക്കിയിട്ട് അത് മുടി വളരാനുള്ള മരുന്നായിട്ട് മാറ്റിയത്. ഓക്കെ, മിനോക്സിഡിൽ എന്ന് പറയുന്ന മരുന്ന്. അതുപോലെ തന്നെ കുറേ മരുന്ന് അങ്ങനെ വേറെ ഒരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് പിന്നീടുള്ള സർവൈലൻസ് ഫേസ് 4 ട്രയലിന് ശേഷം, അതായത് ഫേസ് 4 മാർക്കറ്റിങ്ങിൽ ഇറങ്ങിയതിന് ശേഷം അവർക്ക് മനസ്സിലായത് വേറൊരു ഇൻഡിക്കേഷന് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിയ കുറേ മരുന്നുകളും ഉണ്ട്. So further therapeutic trials involve special groups like children, elderly, pregnant lactating women, patients with renal, hepatic disease, etc. So these are generally excluded during clinical trials. നമ്മൾ ആൾറെഡി ഇപ്പോൾ ഒരു ഫേസ് 3ലും ഫേസ് 2ലും നോക്കിയാൽ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അതായത് ഇൻക്ലൂഷൻ ഇന്ന ക്രൈറ്റീരിയ. അപ്പോൾ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയയിൽ വരുന്നതാണ് എപ്പോഴും ചിൽഡ്രനും എൽഡർലിയും പ്രഗ്നൻറ്റ് ലാക്ടേറ്റിംഗ് വുമൺ അല്ലെങ്കിൽ റീനൽ ഹെപ്പാറ്റിക് ഡിസീസ് ഉള്ളവരെല്ലാം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. കാരണം അപ്പോൾ അവരിലൊന്നും നമ്മൾ ഈ മരുന്ന് പരീക്ഷിച്ചിട്ടില്ല. അപ്പം അവരെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും, അവരെ ഒരിക്കലും ഈ ട്രയൽസിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാറില്ല.
സോ അവരിലൊക്കെ ആയിരിക്കും ഈ ഫേസ് 4 മിക്കവാറും ഈ അവരിലുമൊക്കെ മരുന്ന് എത്താനുള്ള ചാൻസസ് ഉണ്ട്. സോ അവരിൽ നിന്നുള്ള റിപ്പോർട്ട്സ് നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ഫേസ് 4 ട്രയലിലായിരിക്കും. മോഡിഫൈഡ് റിലീസ് ഡോസേജ് ഫോം, അഡീഷണൽ റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, ഫിക്സഡ് ഡോസ് ഡ്രഗ് കോമ്പിനേഷൻ എക്സെട്ര ക്യാൻ ബി എക്സ്പ്ലോർഡ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ഫേസ് 4ലായിരിക്കും. ആസ് മച്ച് മെനി ഡ്രഗ്സ് കണ്ടിന്യൂ ദർ ഡെവലപ്മെൻറ്റ് ഈവൻ ആഫ്റ്റർ മാർക്കറ്റിംഗ്. അപ്പം ചില ഡ്രഗ്സ് മാർക്കറ്റിങ്ങിൽ ഇറങ്ങിയതിന് ശേഷമായിരിക്കും ഫർദറായിട്ട് അവർ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ പാരസെറ്റമോൾ, നിങ്ങൾക്ക് എല്ലാം അറിയാം, പാരസെറ്റമോൾ സിറപ്പ് നിങ്ങൾ കുഞ്ഞിലേക്ക് കുടിച്ചിട്ടുണ്ടാവും. അപ്പം അതെന്ന് പറഞ്ഞാൽ നല്ല കയ്പുള്ള ഒരു മരുന്നാണ് പാരസെറ്റമോളിൻ്റെ സിറപ്പ് എന്ന് പറഞ്ഞാൽ. അത് ഫസ്റ്റ് പണ്ടൊക്കെ ഇറങ്ങുന്നത് ഭയങ്കര കയ്പ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും അത് കുടിക്കാനായിട്ട്, അവർ തുപ്പിക്കളയും, അത്രത്തോളം കയ്പുള്ള ഒരു മരുന്നാണ് എൻ്റെ പാരസെറ്റമോൾ എന്ന് പറയുന്നത്. അപ്പം സിപ്ലേ ആണ് ഫസ്റ്റ് ആ ഒരു ടേസ്റ്റ് മാസ്ക് ചെയ്ത് മരുന്ന് വെളിയിലിറക്കിയത്. കാരണം അവരുടെ ഒരു സ്ട്രോബെറി ഫ്ലേവറാണ് അവർ ആ മരുന്ന് മാസ്ക് ചെയ്യാൻ, ആ ബിറ്റർനെസ് മാസ്ക് ചെയ്യാൻ അവർ യൂസ് ചെയ്തത്. കാരണം അപ്പോൾ ആ മാർക്കറ്റിങ്ങിൽ ഇറങ്ങിയതിന് ശേഷം ആ മാസ്ക് ചെയ്യണം എന്നുള്ളത്, അപ്പം അത് പിന്നെയാണ് അവർ ആ ഒരു മാർക്കറ്റിംഗ് സ്റ്റഡീസിലോട്ട്, കാരണം മരുന്ന് വന്നു, ആ ബിറ്റർനെസ് മാസ്ക് ചെയ്യാനുള്ള സ്റ്റഡീസ് പിന്നെയാണ് നടക്കുന്നത് അല്ലേ. ഇപ്പോൾ ആ ഒരു സ്ട്രോബെറി ഫ്ലേവറുള്ള ഒരു മരുന്നാണ് നമുക്ക് പാരസെറ്റമോളിൻ്റെ കിട്ടാറുള്ളത്. ഓക്കെ, അപ്പം അതാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഫാർമക്കോ വിജിലൻസ്. ഒരു നല്ലൊരു ടോപ്പിക്കാണ് ഫാർമക്കോ വിജിലൻസ്. എനിക്കിഷ്ടമുള്ളൊരു ഏരിയയാണ് ഫാർമക്കോ വിജിലൻസ്. നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇഷ്ടം പോലുള്ളൊരു ഏരിയയാണ് ഫാർമക്കോ വിജിലൻസ്. എനിക്ക് 6th സെമ്മിലാകുമ്പോൾ, 6th അല്ല, നിങ്ങളുടെ 8th സെമ്മിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓപ്ഷനായിട്ട് പഠിക്കാനുള്ളൊരു സബ്ജക്റ്റാണ് ഫാർമക്കോ വിജിലൻസ്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാം എന്താ ഫാർമക്കോ വിജിലൻസ് എന്ന്. ഈസ് എ ബ്രാഞ്ച് ഓഫ് ക്ലിനിക്കൽ ഫാർമസി ഇൻവോൾവിംഗ് ദ സ്റ്റഡി ഓഫ് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് unknown adverse effects and their risk factors so as to prevent iatrogenic disease, thereby promote safe and rational use of drugs. So involving the study of early detection of drug induced unknown adverse effects and their risk factors so as to prevent iatrogenic disease, thereby promote safe and rational use of drug. അപ്പം ഈ ഫാർമക്കോ വിജിലൻസ് എന്ന് പറയുന്നത് ഈ മരുന്ന് കൊണ്ടുണ്ടാകുന്ന അഡ്വേഴ്സ് എഫക്ട്സ് എല്ലാം ഡിറ്റക്റ്റ് ചെയ്യുകയും അതിൻ്റെ എല്ലാം ആ റിസ്ക് ഫാക്ടേഴ്സ്, ഈ മരുന്ന് കൊണ്ടുണ്ടാകുന്ന iatrogenic ഡിസീസ് എല്ലാം അവരെ പ്രിവെൻറ്റ് ചെയ്യാനും ഒരു സേഫും റാഷണലും ആയിട്ടുള്ള ഒരു ഡ്രഗ് യൂസിനെ പ്രൊമോട്ടും ചെയ്യുന്നതാണ് എന്ത് ഫാർമക്കോ വിജിലൻസ് എന്ന് പറയുന്നത്. സോ WHO defined it as a science and activities relating to the detection, assessment, understanding and prevention of adverse effects or any other medicine related problem. അപ്പം WHO എങ്ങനെയാണ് ഫാർമക്കോ വിജിലൻസിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? സയൻസ് ആൻഡ് ആക്ടിവിറ്റി റിലേറ്റിംഗ് ടു ദ ഡിറ്റക്റ്റ് ചെയ്യുക, അതായത് എവിടെയെങ്കിലും അഡ്വേഴ്സ് എഫക്ട്സ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുക, അസസ്മെൻറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് അവിടെ ആ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടായത്, ഏത് മരുന്ന് മുഖേനയാണ് ആ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടായത്, അത് അസസ് ചെയ്യുക, ദെൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ആൻഡ് പ്രിവെൻഷൻ ഓഫ് അഡ്വേഴ്സ് എഫക്ട്സ്. അപ്പോൾ ആ ഡ്രഗ് എഫക്റ്റ് അഡ്വേഴ്സ് എഫക്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യുക ഓർ എനി അതർ മെഡിസിൻ റിലേറ്റഡ് പ്രോബ്ലം. അപ്പോൾ ഇതിനെയാണ് ഫാർമക്കോ വിജിലൻസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നീഡ് ഫോർ ഫാർമക്കോ വിജിലൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫാർമക്കോ വിജിലൻസ് എന്നുള്ളത്? നമ്മളുടെ സംസ്ഥാനത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. മോസ്റ്റ്ലി ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ഫാർമക്കോ വിജിലൻസ് അണ്ടർ ദ ഫാർമക്കോപ്പിയ കമ്മീഷൻ. നിങ്ങൾ ഫാർമക്കോപ്പിയയുടെ ബുക്സ് ടെക്സ്റ്റ് ബുക്ക് അല്ല, ഫാർമക്കോപ്പിയ ബുക്കൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ലൈബ്രറിയിലെല്ലാം ഉണ്ട്, നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടാവും ഫാർമക്കോപ്പിയ. അപ്പോൾ അതിൻ്റെ ഒരു വിങ്ങായിട്ട് അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഫാർമക്കോ വിജിലൻസ് വിങ്ങൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. അപ്പം അത് ഈ മെഡിക്കൽ കോളേജിൽ ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത് ഹൈദരാബാദിൽ, അതായത് ആന്ധ്ര, തെലുങ്കാന, അതുപോലെ തന്നെ കർണാടക, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗമായിട്ട് ഫാർമക്കോ വിജിലൻസ് വിങ് ഉണ്ട്. അത് അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്, ഏതെങ്കിലും മരുന്ന് കൊടുത്തിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ എന്തെങ്കിലും ഏഡിയാസോ ഉണ്ടെങ്കിൽ അത് ഈ ഫാർമക്കോ വിജിലൻസ് വിങ്ങിലെ ആയിരിക്കും അവർ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഫോമുണ്ട്, ഈ CDSCOയുടെ ഫോമാണത്. ഈ ഫാർമക്കോ വിജിലൻസ്
വിജിലൻസിലാണ് ആ ഫോം ഇരിക്കുന്നത്. അപ്പം നമ്മൾ ആ വിങ്ങിന് ആ ഫോം വാങ്ങിച്ച് അത് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു CDSCOയുടെ ഒരു ഫോമാണ് അതുള്ളത്. CDSCO എന്ന് വെച്ചാൽ CDSCO ആണ്. അത് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ ഇന്ത്യൻ IPCയും അതായത് ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷനും ഈ CDSCOയും എല്ലാവരും കൂടെ ഒന്നിച്ചായിട്ടാണ് ഈ ഫാർമക്കോ വിജിലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ ഫാർമക്കോ വിജിലൻസിൽ അത് റിപ്പോർട്ട് ചെയ്യും. ഫാർമക്കോ വിജിലൻസ് അത് CDSCOയ്ക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതായത് സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള CDSCOയ്ക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. CDSCO ഫർദറായിട്ട് അത് ഫാർമക്കോപ്പിയ കമ്മീഷനിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് നമ്മളുടെ ഫാർമക്കോപ്പിയയിൽ നിങ്ങൾക്ക് കാണാൻ എന്തെങ്കിലും അതിനകത്ത് തന്നെ ചില ഡ്രഗ്സിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് അഡീഷനും ഡിലീഷനും ഒക്കെ അവർക്ക് അതിനകത്ത് മാറ്റം വരുത്താനും ഒക്കെ സാധിക്കും. ഇൻഡിക്കേഷൻ്റെ കാര്യത്തിലും അതിനകത്ത് നമ്മൾ ആ ഡ്രഗിൻ്റെ കാര്യങ്ങളിലെല്ലാം ഒരു അപ്ഡേഷനൊക്കെ കൊടുക്കാൻ ഈ ഫാർമക്കോ വിജിലൻസ് വഴി അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഫാർമക്കോ വിജിലൻസിനെ കുറിച്ച് ഉള്ളത്. അപ്പം എന്താണ് വാട്ട്സ് എ നീഡ് ഫോർ ഫാർമക്കോ വിജിലൻസ്? അപ്പം ഒരു 4 പോയിൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് അൺറിലയബിലിറ്റി ഓഫ് പ്രീ ക്ലിനിക്കൽ സേഫ്റ്റി ഡേറ്റ. അപ്പം നമുക്ക് പ്രീ ക്ലിനിക്കൽ സേഫ്റ്റി ഡേറ്റയിൽ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യത്തിലും. അപ്പം phase 4 ട്രയലിലാണ് കൂടുതൽ കാര്യങ്ങളും സൈഡ് എഫക്ട്സും ADRും ഒക്കെ വരുന്നത്. അപ്പം അതാണ് ഫസ്റ്റ് റീസൺ, അൺറിലയബിലിറ്റി ഓഫ് പ്രീ ക്ലിനിക്കൽ സേഫ്റ്റി ഡേറ്റ. അതായത് വെൽ കൺട്രോൾ ചില ക്ലിനിക്കൽ ട്രയൽ നടക്കുന്നത് വെൽ കൺട്രോൾഡ് കണ്ടീഷനിലായിരിക്കില്ല. മേ ബി സംടൈംസ് മാനിപ്പുലേഷനുള്ള ചാൻസസ് ഒക്കെ ഉള്ള ഒരു മേഖലയും കൂടെയാണ് അവിടെ. പിന്നെ സ്മാൾ ആൻഡ് സ്പെസിഫിക് സാമ്പിൾ സൈസ്, ചിലയിടത്തെന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് ചെറുതായിരിക്കും. ചിലപ്പം നമ്മൾ പറയുന്നുണ്ട് 500 to 3000 പീപ്പിൾ വേണം phase 3 ട്രയലെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അത്രയും സാമ്പിൾ സൈസ് ഉണ്ടാവണം എന്നില്ല. അപ്പം അപ്പോഴും ഒരു നമുക്ക് റിലയബിൾ ആയിട്ടുള്ളൊരു ഡേറ്റ കിട്ടണം എന്നില്ല. പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ പ്രഷർ ഫ്രം വേരിയസ് ഗ്രൂപ്പ് ടു റെഡ്യൂസ് ടൈം ടു അപ്രൂവൽ. അപ്പം ആ ഒരു പ്രഷർ ചിലപ്പം ഉണ്ടാവും, അപ്രൂവലിന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പ്രഷർ ചെലുത്താറുണ്ട്. അപ്പം ഇതൊക്കെ ഒരു റീസൺസ് ആണ് മേ ബി ആ ഒരു പ്രീ ക്ലിനിക്കൽ ഡേറ്റ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്ക് റിലേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു റീസൺ ഉണ്ട്. ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അതായത് അഗ്രസീവ് മാർക്കറ്റിംഗ് കാരണം അല്ലെങ്കിൽ ഡയറക്റ്റ് ടു കൺസ്യൂമർ അഡ്വർടൈസിങ് ലോഞ്ച് ഇൻ മെനി കൺട്രീസ് അറ്റ് എ ടൈം. അപ്പോൾ ഈ ഒരു റീസണും ഫാർമക്കോ വിജിലൻസിൻ്റെ അത്യാവശ്യം ആണ്. കാരണം വെച്ചാൽ ഈ അഗ്രസീവായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കാരണം അവരുടെ കുറേ ഡ്രോബാക്സ് ചിലപ്പോൾ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അവരുടെ പോസിറ്റീവ്സ് മാത്രം എടുത്ത് കാണിച്ചായിരിക്കും അവർ മാർക്കറ്റ് ചെയ്യുന്നത്, അവരുടെ ഒരു പ്രോഡക്റ്റ് വിറ്റ് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ അഡ്വർടൈസിങ്, ഡോക്ടേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ അടുത്തോ നന്നായിട്ട് അഡ്വർടൈസ് ചെയ്തിട്ട്, ഇപ്പം നിങ്ങൾക്ക് തന്നെ ചില മരുന്നൊന്നും ആക്ച്വലി നമ്മളുടെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൻ്റെ ഇതനുസരിച്ച് നമ്മളൊന്നും അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല, മരുന്നൊന്നും അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് തന്നെ ഇപ്പം TV-യിൽ കാണാം പല മരുന്നിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ന്യൂറോബയോൺ 40യുടെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ TV-യിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്രിൻ എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലറ്റിൻ്റെ ചിലപ്പോൾ ഒക്കെ കാണാറുണ്ട്. അപ്പം അങ്ങനെ ചില കഫ് സിറപ്സിൻ്റെ കാണാറുണ്ട്. പക്ഷെ നമ്മളുടെ ലോ അനുസരിച്ച് അങ്ങനത്തെ ഒന്നും അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ്സ് കാരണം ചിലപ്പോൾ എന്ത് പറ്റും, മരുന്ന് പെട്ടെന്ന് അങ്ങനത്തെ ഉള്ള മരുന്നുകൾ വാങ്ങിക്കാനും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും ആൾക്കാർക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു കേസിൽ എന്ത് വേണം, ഈ ഫാർമക്കോ, കാരണം എന്തെങ്കിലും ADR ഉണ്ടാവുകയാണെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനാണ് ഫാർമക്കോ വിജിലൻസ് ഉള്ളത്. പിന്നെ ലോഞ്ച് ഇൻ മെനി കൺട്രീസ് അറ്റ് എ സെയിം ടൈം. അപ്പം എല്ലാ കൺട്രിയിലും ഒരേ സമയത്ത് അത് ലോഞ്ച് ചെയ്യുന്നത് കാരണവും നമുക്ക് ഈ ഫാർമക്കോ വിജിലൻസ് വളരെ അത്യാവശ്യമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഫിസിഷ്യൻ ആൻഡ് പേഷ്യൻസ് പ്രിഫറൻസ്, ഇൻക്രീസിങ് ദ യൂസ് ഓഫ് ന്യൂവർ ഡ്രഗ്സ്, ഇൻക്രീസിങ് ദ യൂസ് ഓഫ് ഡ്രഗ്സ് to improve quality of life, shift of supervised to self-administrated therapy. അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാലും പുതിയതായിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നെന്നുള്ള ഒരു കണക്ക് കൂട്ടൽ, അതുപോലെ തന്നെ സ്വയം ചികിത്സ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതും ഈ ഫാർമക്കോ വിജിലൻസ് എൻ്റെ ഒരു ആവശ്യകത അപ്പോഴും കാണിക്കുന്നുണ്ട്. അടുത്തതെന്ന് പറഞ്ഞത് ഈസി അക്സസിബിലിറ്റി ആണ്. കാരണം ഇൻക്രീസ് ദ കൺവേർഷൻ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് ടു OTC ഡ്രഗ്സ്. അതായത്
പണ്ടൊക്കെ ചില മരുന്നുകൾ മാത്രമേ നമുക്ക് OTC, അതായത് ഓവർ ദ കൗണ്ടർ വിത്തൗട്ട് ദ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടത്തുള്ളായിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ ഒട്ടുമിക്ക മരുന്നും OTC ഡ്രഗ്സ് ആണ്, അതായത് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഫാർമസിയിൽ ചെന്നാൽ കിട്ടുന്ന മരുന്നുകളായിട്ട് മാറിക്കഴിഞ്ഞു. അതായത് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ പൊതുവേ നമ്മളുടെ വെളിയിൽ രാജ്യങ്ങളിലോ ഒക്കെ ആയിട്ട് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് കൊടുക്കാറുള്ളൂ ഫാർമസിയിൽ നിന്ന്. അതേസമയം ഇന്ത്യയിലൊക്കെ നമ്മൾ ചെന്ന് ചോദിച്ചാൽ അവർ ആൻറ്റിബയോട്ടിക് തരാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ഫ്രം പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ്സ് ടു OTC ഡ്രഗ്സ് കൂടി വരികയാണ്. അതുപോലെ തന്നെ ഈസി അസസ് ബൈ ഇൻ്റർനെറ്റ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിലോ എവിടെയെങ്കിലും സെർച്ച് ചെയ്തിട്ട് ഇന്ന മരുന്ന് നമ്മൾ ഗൂഗിളിൽ തന്നെ പറയുന്ന മരുന്ന് പോയി വാങ്ങിക്കാനും അത് ഉപയോഗിക്കാനുമുള്ള ചാൻസും വളരെ കൂടുതലാണ്. പിന്നെ ഈസി അവൈലബിലിറ്റി ഓഫ് കോംപ്ലിമെൻ്ററി മെഡിസിൻസ്, അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള മെഡിസിൻസ് ഈസി ആയിട്ട് അവൈലബിലിറ്റി കൂടുതലാണ്. അതുപോലെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മരുന്നുകൾ, അതായത് ഒറിജിനൽ വെച്ചാൽ നമ്മളിപ്പോൾ സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ പറയുക, ചാത്തൻ മരുന്നുകൾ എന്നൊക്കെ പറയത്തില്ലേ, ഒറിജിനൽ കമ്പനിയുടെ മരുന്നായിരിക്കത്തില്ല. ഇപ്പം മേ ബി സംടൈംസ് അവർ കവറ് മാത്രം ബ്രാൻഡഡിൻ്റെയും അകത്തുള്ള മരുന്നെന്ന് പറയുന്നത് ഏതെങ്കിലും ലോക്കൽ കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന മരുന്നുമായിരിക്കും. ഓക്കെ, അങ്ങനത്തേനാണ് സബ്സ്റ്റാൻഡേർഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ, അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഉള്ള മരുന്നുകൾ കാരണവും ഫാർമക്കോ വിജിലൻസ് അത്യാവശ്യമാണ്. കാരണം ഈ മരുന്നുകളൊക്കെ പെട്ടെന്ന് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അഡ്വേഴ്സ് എഫക്ട്സ് വരാനും അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് വരാനുമുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഫാർമക്കോ വിജിലൻസ് അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. So what's are the aim of pharmacovigilance? അപ്പോൾ എന്തൊക്കെയാണ് ഫാർമക്കോവിജിലൻസിൻ്റെ എയിംസ്? ഫസ്റ്റ് വൺ ഈസ് ദ ഇംപ്രൂവ് പേഷ്യൻറ്റ് കെയർ ആൻഡ് സേഫ്റ്റി ഇൻ റിലേഷൻ ടു ദ യൂസ് ഓഫ് മെഡിസിൻസ് ആൾ മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ ഇൻ്റർവെൻഷൻസ്. ഓഫ് കോഴ്സ് പേഷ്യൻറ്റ് കെയർ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. ആൻഡ് സേഫ്റ്റി ഇൻ റിലേഷൻഷിപ്പ് ടു ദ യൂസ് ഓഫ് മെഡിസിൻസ്. അപ്പോൾ എന്ത് വന്നാലും ഒരു മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ അതിന് എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട്, അതിൻ്റെ എന്തൊക്കെ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട്, അത് മോണിറ്റർ ചെയ്യുകയും അത് പിന്നീട് അങ്ങനത്തെ ഒരു സൈഡ് എഫക്ട്സോ അഡ്വേഴ്സ് എഫക്ട്സോ ഉണ്ടാവാതെ നോക്കുകയും ചെയ്യുകയാണ് ഒരു ഫാർമക്കോ വിജിലൻസിൻ്റെ എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ദ എഫിക്കസി ഓഫ് ഡ്രഗ് and by monitoring the adverse effects of the drug right from the lab to the pharmacy and then on for many years. അപ്പം റിസർച്ച് എഫിക്കസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും മോണിറ്ററിങ് ദ അഡ്വേഴ്സ് എഫക്ട് എവിടെ തൊട്ടാണ്, ഫ്രം ദ ലാബ് ടു ദ ഫാർമസി ആൻഡ് ഫോർ മെനി ഇയേഴ്സ്. അതായത് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ഫാർമക്കോ വിജിലൻസിൻ്റെ ചുമതലയാണ്. ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻ റിലേഷൻഷിപ്പ് ടു ദ യൂസ് ഓഫ് മെഡിസിൻസ്. പബ്ലിക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, സേഫ്റ്റി അങ്ങനെയുള്ളതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതും ഫാർമക്കോ വിജിലൻസിൻ്റെ എയിമാണ്. കോൺട്രിബ്യൂട്ട് ടു ദ അസസ്മെൻറ്റ് ടു ബെനിഫിറ്റ്, ഹാം, എഫക്റ്റീവ്നെസ് ആൻഡ് റിസ്ക് ഓഫ് മെഡിസിൻസ്, എൻകറേജിങ് ദെയർ സേഫ്, റാഷണൽ ആൻഡ് മോർ എഫക്റ്റീവ്, കോസ്റ്റ് എഫക്റ്റീവ് യൂസ്. Promote understanding, education and clinical training in pharmacovigilance and its effective communication to the public. അപ്പം മരുന്നിനെക്കുറിച്ച് വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ക്ലിനിക്കലായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, നല്ലതായിട്ട് പീപ്പിളിന് ബോധവൽക്കരണം നടത്തുക എന്നൊക്കെയുള്ളത് ഫാർമക്കോ വിജിലൻസിൻ്റെ എയിമാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഫാർമക്കോ വിജിലൻസ് എന്ന് പറയുന്നത് വെളിനാടുകളിലാണ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കാണുന്നത്. പൊതുവേ ഇപ്പം എന്തെങ്കിലും ഒരു മരുന്നിന് സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻസോ ഉണ്ടായാൽ നമ്മൾ പൊതുവേ റിപ്പോർട്ട് ചെയ്യാറ്, നമ്മൾ ഡോക്ടേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുമായിരിക്കും. കുറച്ച് സീരിയസ് ആണെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുകയും ഡോക്ടർ ഇതുപോലെ നമുക്ക് ഇന്ന സൈഡ് എഫക്ട്സ് ഉണ്ടായി ഈ മരുന്ന് ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ ഡോക്ടർ അത് മോണിറ്റർ ചെയ്യുകയും ഡോക്ടറായിരിക്കും അത് ബന്ധപ്പെട്ട് മേ ബി അത് കൊണ്ടുവന്ന ഒരു മെഡിക്കൽ റെപ്പിനോട് റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ CDSCO ഫോമിൽ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നു. കാരണം ഞാനിവിടെ പൊതുവേ അങ്ങനെ കണ്ടിട്ടില്ല CDSCO ഫോമിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളുടെ വെളിനാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഈ ഫാർമക്കോ വിജിലൻസ് സെൻറ്ററിൽ ഡയറക്റ്റായിട്ട് ആ കമ്പനിയിലോട്ട് അതിൻ്റെ സ്റ്റാഫിലോട്ട് വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് തന്നെ കാണാം, ഇപ്പം കൊച്ചിയിലൊക്കെ ഈ ഫാർമക്കോ വിജിലൻസിൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട്. ഫാർമക്കോ വിജിലൻസിൽ ഡ്രഗ് സേഫ്റ്റി ഓഫീസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
അപ്പം ഈ വെളിനാട്ടിൽ നിന്നൊക്കെയുള്ള കോൾസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. കാരണം അവർ ജസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന ഈ മരുന്ന് ഇന്ന സൈഡ് എഫക്ട്സ് ഉണ്ടായെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഇവരെടുത്ത്. ഇവരത് കമ്പൈൻ ചെയ്തൊരു ഫയലാക്കി കമ്പനിക്ക് അയക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ജോലി എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് തരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു US ബേസ്ഡ് കമ്പനിയാണ് നമ്മളുടെ ഈ കൊച്ചിയിലും അവിടെയൊക്കെ ഉള്ളത്. പിന്നെ ഇന്ത്യയുടെ ആണെങ്കിൽ ഇന്ത്യയുടെ ഫാർമക്കോപ്പിയ കമ്മീഷൻ്റെ കീഴിലുള്ള, ഞാൻ ആൾറെഡി ആദ്യമേ പറഞ്ഞായിരുന്നു, അത് സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്നുണ്ട് ഫാർമക്കോ വിജിലൻസിൻ്റെ ഒരു വിങ്ങായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഫാർമക്കോ വിജിലൻസിനെ കുറിച്ചുള്ളത്.